ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ വർഷത്തിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ ഉപവാസത്തോടെ നാം ആയിരിക്കാനായിട്ട് ദൈവം ഒരുക്കിയതായ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഉപവാസത്തിൻ്റെ പ്രാരംഭ സെഷനാണല്ലോ. നമ്മുടെ മതിയായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ കെ എം ജോർജ്, പാസ്റ്റർ ടി എം ജോൺ, പാസ്റ്റർ ജോമോൻ എബ്രഹാം, അതുപോലെ കടന്നു ഏവർക്കും വേഗം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നു മുതൽ ഞായറാഴ്ച വരെയുള്ള അതായ 3 ദിവസങ്ങളിൽ നാം ഉപവാസത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നു. പ്രാരംഭ സെഷനിൽ നമ്മുടെ മധ്യത്തിൽ ദൈവജനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോമോൻ എബ്രഹാം ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചു വിടുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാർ, കടന്നു വന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. 2017 ചില ദിവസങ്ങൾ പിന്നിടുവാൻ സ്വർഗീയമായ ദൈവം നമ്മെ സഹായിച്ചു. എന്നാൽ 2017 പ്രാരംഭ ഉപവാസ പ്രാർത്ഥനയാണ് നടക്കുന്നത്. അതിൻ്റെ പ്രാരംഭ സെക്ഷനിൽ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വൈകുന്നേരം മുതൽ ഞായറാഴ്ച ഉച്ചവരെയും നാം കർത്താവിൻ്റെ പാദാന്തിക ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുകയാണല്ലോ. ദൈവത്തോട് നാം ചേർന്നിരിക്കുന്നത്, ദൈവത്തോട് നാം പറ്റിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഏറെ അനുഗ്രഹത്തിനും വിടുതലിനും നന്മയ്ക്കും അത് മുഖാന്തരമായി തീരും. അത് സംശയമില്ലാത്ത കാര്യമാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്തൃപാദാന്തികെ ഈ രാത്രികാലവും നമുക്ക് ആയിരിക്കപ്പെടാം. കർത്താവ് അടുത്ത ദിവസങ്ങളൊക്കെയും തൻ്റെ ദാസന്മാരിലൂടെ നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കപ്പെടാം. അല്പസമയത്തെ വചനധ്യാനത്തിന് ആധാരമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ ഈ രാത്രികാലമുള്ള അല്പസമയത്തെ വചനധ്യാനത്തിന് വേണ്ടി ഞാൻ എടുക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന് 18-19 വാക്യങ്ങൾ. ഞങ്ങൾക്ക് ഒരുക്കിയ സാവകാശത്തിനാട് സ്തോത്രം. കർത്താവെ, വചനവുമായി ഞങ്ങളുടെ പാദാന്തിക എടുത്തു വരുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. അയക്കേണ്ട വിടുതലുകൾ അതിൻ്റെ നിലയിൽ തന്നെ ദൈവം അയക്കണമേ. കർത്താവെ, ശാസിക്കേണ്ട എല്ലാ ദുഷ്ടശക്തികളെയും സ്വർഗം ശാസിച്ച് കർത്താവെ തൻ്റെ ജനത്തെയും ദൈവസഭയെയും വിടുവിച്ചെടുക്കുവാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്യും. അതിനെ സമർപ്പിക്കുന്നു. കൃപയാൽ നിറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ. 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്: നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് അല്ലാഹ്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം ആരംഭിക്കുന്നത് അപ്പൊല്ലോസ് കോരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് എഫെസോസ് പട്ടണത്തിലെത്തി. ഈ പട്ടണത്തിൽ പൗലോസ് എത്തുമ്പോൾ അവിടെ ചില ശിഷ്യന്മാരെ അഥവാ ദൈവമക്കളെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. അവരോട് പൗലോസ് സംസാരിച്ചപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. ഈ സമയം ഇവർ പറയുന്നൊരു കാര്യമുണ്ട്: ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയോ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയയില്ല. തുടർന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പൗലോസ് അവരുടെ മേൽ കരം വെച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിക്കുകയും, അതിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 19:7
അവർ പ്രവചിക്കുകയും ചെയ്തു എന്ന് ആ ഭാഗം ശക്തമായി വിളിച്ചു പറയപ്പെടുമ്പോൾ ഈ 2017 നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാൻ ഒരൊറ്റ ദൂതേ ഉള്ളൂ. ദൈവത്തിന്റെ പൈതലേ, 2016 ആത്മശക്തി മതി എന്ന് പറഞ്ഞ് നീ ഇരിക്കുകയല്ല. 2017 പ്രാരംഭ ദിവസങ്ങളിൽ പിന്നെയും ആത്മശക്തി പ്രാപിച്ചെടുത്തുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ ആലോചനയായി നീ നിലകൊള്ളുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ എഫെസോസ് പട്ടണത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഏഷ്യാ മൈനറിൽ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്, ഒരു തുറമുഖ പട്ടണം. അപ്പോൾ തന്നെ സ്മുർണയിൽ നിന്നും 40 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വാണിജ്യ പട്ടണമാണ് എഫെസോസ് പട്ടണം. സാംസ്കാരികമായി, സാമ്പത്തികമായി, മതപരമായ രംഗങ്ങളിലൊക്കെയും ഉന്നത നിലവാരം പുലർത്തുന്ന പട്ടണമാണ് എഫെസോസ് പട്ടണം. എന്നാൽ ഈ പട്ടണത്തിലേക്കാണ് പൗലോസ് ചെല്ലപ്പെടുന്നത്. ഈ പട്ടണത്തെ കുറിച്ച് ആഴമായി പഠിക്കുമ്പോൾ പുരാതന ലോക അത്ഭുതങ്ങളിൽ 7 അത്ഭുതമുണ്ട്. അതിൽ ഒരത്ഭുതമായ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഈ പട്ടണത്തിലാണ്. സ്തോത്രം. ഈ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അർത്തമീസ് ദേവിയുടേതായ ക്ഷേത്രം ഒരുപാട് ആമി സ്തോത്രം കൊത്തുപണികളൊക്കെ നിർമ്മിതമായ ഒരു വലിയ ക്ഷേത്ര സമുച്ചയമാണ് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം. ഗ്രീക്കുകാർ അർത്തമീസ് ദേവിയെ അർത്തമീസ് എന്ന് വിളിക്കപ്പെടുമ്പോൾ റോമാക്കാർ ഡയാന എന്നാണ് വിളിക്കപ്പെടുന്നത്. എന്നാൽ ഈ ശക്തിയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 35-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് ദ്യോവിൽ നിന്ന് വീണ് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത്. സ്തോത്രം. ഈ അർത്തമീസിനെ കുറിച്ച് ദ്യോവിൽ നിന്ന് വീണ് കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ ഭാഗം ആഴമായി പഠിക്കുമ്പോൾ വീണ് കിട്ടിയതിനെ ലോകമക്കൾ ആരാധിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് മനസ്സോടെ ഇറങ്ങി വന്നവനെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അവന്റെ പിറകിലാണ് നാം നിൽക്കുന്നത്. അവനാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. അവനാണ് എന്റെയും നിന്റെയും കരത്തിൽ പിടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ എഫെസോസ് പട്ടണത്തിലേക്ക് നാം നോക്കിയാൽ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. അന്ധവിശ്വാസം കൊണ്ട് നിറയപ്പെട്ട, ക്ഷുദ്ര പ്രയോഗം കൊണ്ട് നിറയപ്പെട്ട, മാന്ത്രിക ശക്തിയാൽ നിറയപ്പെട്ട ഒരു പട്ടണത്തിലേക്കാണ് പൗലോസ് ഭൗമിക ശക്തിയാലല്ല ആത്മശക്തിയോടെ കടന്നു ചെല്ലുവാനിടയായി തീർന്നത്. ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിന്റെ ശക്തിയെ നിനക്ക് ജയിക്കണമോ? അവിടെ ഭൗമികമല്ല ആവശ്യം, ആത്മശക്തിയാൽ നീ നിറയുമെങ്കിൽ ഈ ലോകത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ പൈതലെ നിനക്ക് ജയിച്ചെടുക്കുവാൻ സാധിക്കും. സ്തോത്രം. ഈ ലോകത്തിൻ്റെതായ ശക്തി നിനക്ക് നേരെ പോരാട്ടങ്ങൾ കടത്തിവിടുമ്പോൾ, നിനക്ക് നേരെ പ്രതികൂലങ്ങൾ കടത്തിവിടുമ്പോൾ, രോഗബന്ധനങ്ങൾ കടത്തിവിടുമ്പോൾ, ബുദ്ധിയിലും ശക്തി കൊണ്ടും ഭൗമിക ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും അത് പരിഹരിപ്പാൻ ശ്രമിച്ചാൽ അവിടെ നിനക്ക് പരാജയമാ. എന്നാൽ ദൈവാത്മാ പറയുന്നു, ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അതിനോട് നീ പോരാടുമെങ്കിൽ നീ പരാജയപ്പെടുകയില്ല. നിന്നോട് പോരാടുന്ന ദുഷ്ടൻ നിന്നെ വിട്ട് ഓടിപ്പോകും. നീ അവിടെ ജയം പ്രാപിപ്പാൻ തരൂ. ഓ ഹല്ലേലൂയ. സ്തോത്രം. ഈ രാത്രിയും പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ആത്മശക്തിയാൽ നിറയപ്പെട്. സ്തോത്രം. പെന്തക്കോസ്തുകാരായ നമുക്കൊരു വലിയൊരു കാര്യമുള്ളത്, സ്തോത്രം, നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് സാത്താന്യ ബന്ധനങ്ങൾക്ക്. ബന്ധനമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കും. പൈശാചിക പോരാട്ടമുണ്ടെന്ന് നമുക്ക് ആരാധന വരും. ബന്ധനത്തിനും പോരാട്ടത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് നാം നിൽക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, കുഞ്ഞെ, നിന്നിൽ ആത്മശക്തി ഇല്ലാതെ നീ പോരാടിയത് കൊണ്ട് ഒരു ബന്ധനവും അഴിയത്തില്ല. സ്തോത്രം. നിന്നിലൊരു ആത്മീയ വളർച്ചയില്ലാതെ നീ ഏത് ദുഷ്ടനോട് പടവെട്ടിയാലും നീ ജയിക്കില്ല. ദുഷ്ടൻ നിന്നെ ജയിക്കും. പ്രതികൂലങ്ങൾ നിന്നോട് ആഞ്ഞടിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് ഒരു കാര്യം പറയുവാനുണ്ട്. ഈ 2017 ദൈവത്തിന്റെ പൈതലേ, നീ ഒന്ന് ആത്മീയമായി വളർച്ച പ്രാപിക്കുക. നീ ഒന്ന് ആത്മശക്തിയാൽ നിറയപ്പെട്. സാത്താനെ ബന്ധനം അവിടെ കിടക്കട്ടെ. അത് ദൈവം നിയന്ത്രിച്ചുകൊള്ളും. ദൈവം അത് ശാസിച്ചുകൊള്ളും. സാത്താനെ ബന്ധനമല്ല നിന്റെ
മുഖ്യ വിഷയം പിന്നെയോ ദൈവികമായ വിഷയത്തിൽ നീ നിറയപ്പെടുമെങ്കിൽ, നീ ഒന്ന് പ്രാധാന്യം കൊടുക്കുമെങ്കിൽ, നിന്നോട് പോരാടുന്നതിന് ദൈവം ശാസിച്ചിരിക്കോ, നിനക്ക് നേരെ പണവെട്ടുന്നതിന് ദൈവം നീക്കിയിരിക്കോ, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ശക്തിയോടെ പ്രവർത്തിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ എഫെസോസ് പട്ടണത്തിലാണ് പൗലോസ് എന്ന ദൈവസഭ സ്ഥാപിക്കപ്പെടുന്നത്. നമ്മൾ വായിക്കപ്പെടുമ്പോൾ ഈ പരിശുദ്ധാത്മ പ്രാപിച്ചവർ 12ഓളം പേരാണ്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 7-ാം വാക്യം. ഈ 12ഓളം പേർ അവിടെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. എഫെസോസിലെ ആദ്യത്തെ സഭ സ്ഥാപിതമായി. തുടർന്ന് 8-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 19:8 അവരുടെ പള്ളിയിൽ ചെന്നിട്ട്, പള്ളിയിൽ ചെന്ന് ഏകദേശം 3 മാസക്കാലം അവിടെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അവിടെ ചില വിഷയമുണ്ടായപ്പോൾ അവിടുന്ന് മാറി തുറന്നോസിന്റെ പാഠശാലയിൽ ഏകദേശം 2 വർഷക്കാലം സമ്പാദിച്ചും കൊണ്ട് പിന്നെയും വചനം പ്രസംഗിപ്പാനിടയായി തീർന്നു. സ്തോത്രം. അവിടെ വായിക്കപ്പെടുന്ന ഇങ്ങനെയാ. അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 19-ന്റെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ എന്താ കണ്ടത്? പൗലോസ് ദൈവവചനം മാത്രമേ പ്രസംഗിച്ചുള്ളൂ. പൗലോസ് കർത്താവിന്റെ സുവിശേഷം മാത്രമേ പ്രസംഗിച്ചുള്ളൂ. അല്ലാതെ വേറെ ഒരു കുറുക്ക് പരിപാടിയും അവിടെ ചെയ്തില്ല. ഒരു സൂത്രപ്രവൃത്തിയും ചെയ്തില്ല. പ്രാഗൽഭ്യത്തോടെ ദൈവത്തിന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് വീര്യപ്രവർത്തികൾ നടക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവം നമ്മോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: അത്ഭുതം നടക്കണമോ? വചനം അതിന്റെ നിലയിൽ നാം ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ, വചനം അതിന്റെ നിലയിൽ നാം സ്വീകരിപ്പാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, വ്യക്തിപരമായ ഓരോ തലങ്ങളിലും സ്വർഗം ചെയ്തെടുക്കുമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ രാത്രി നമ്മോട് പറയുന്നു, വചനം അതിന്റെ നിലയിൽ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആ 11-ാം വാക്യം നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ആ എഫെസോസിൽ നടക്കപ്പെടുകയാണ്. സ്തോത്രം. ഈ പൗലോസ് കയ്യാൽ അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ക്ഷുദ്രപ്രയോഗം ചെയ്തുകൊണ്ടിരുന്ന പല വ്യക്തികളും വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തീയിടാൻ തുടങ്ങി. അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. 19-18 50,000 വെള്ളിക്കാശ് വില വരുന്ന ക്ഷുദ്രപ്രയോഗത്തിന്റെ പുസ്തകങ്ങൾ പോലും കൊണ്ടുവന്ന് തീയിട്ട് ചുട്ടുകളഞ്ഞു. അവർക്ക് മനസ്സിലായി, ഞങ്ങൾ സേവിച്ച, ഞങ്ങൾ കൊടുത്ത ഈ ശക്തികളൊന്നും നിലനിൽക്കില്ല. പിന്നെയോ കർത്താവിന്റെ ശക്തിയെ വലിയത്. അവന്റെ ശക്തിയെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും, ഞങ്ങൾ സേവിച്ച സേവാശക്തികൾക്ക് കഴിയത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി എങ്കിൽ, ഇന്ന് രാത്രിയും ദൈവം വിളിച്ചു പറഞ്ഞ ദൈവദൂതുണ്ട്. ദൈവത്തിന്റെ പൈതലേ, നീ വിശ്വസിക്കുന്ന യേശു, നീ ആരാധിക്കുന്ന യേശു, അവൻ ശക്തിയുള്ളവനാ. അവന്റെ നാമത്തിന് അധികാരമുണ്ട്, അവന്റെ വാക്കിന് അധികാരമുണ്ട്, അവന്റെ വചനത്തിന് അധികാരമുണ്ട്. ആ വാക്കിന് മുമ്പിൽ ഒരു ദുഷ്ട പിശാചും ഉറച്ചു നിൽക്കില്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അവന് സ്തുതി കരയറ്റുമ്പോൾ, അവന് ഹല്ലേലൂയ നീ കരയറ്റുമ്പോൾ, നിന്റെ നാവിലൂടെ ഉയർത്തപ്പെടുന്ന ദൈവിക സ്തുതിയാൽ നിനക്ക് വിരോധമായി പോരാടുന്ന ദുഷ്ടന്റെ ശക്തികൾ ഉടഞ്ഞു മാറുകയാ. ആമേൻ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമത്താൽ ശക്തി. ദൈവക്കാരന് ഉറച്ചിക്കാൻ കഴിഞ്ഞില്ല. ഇളക്കേണ്ടതിനെ ദൈവം ഇളക്കാൻ തുടങ്ങി. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയെന്നേ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ വിളിച്ചു പറയാം. നാം ശരിക്കും ആരാധിക്കാൻ തയ്യാറായാൽ ഇളക്കേണ്ടതിനെ ദൈവം ഇളക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നാം ശക്തിയോടെ സ്തോത്രം പറയാൻ തയ്യാറായാൽ ദുഷ്ടന്റെ കരങ്ങൾ ഒടിയാൻ തുടങ്ങും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദുഷ്ടന്റെ ശക്തിയെ ജയിക്കുന്ന ശക്തിയാ നിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ദുഷ്ടനെ ജയിക്കുന്ന, ലോകത്തെ ജയിച്ച, സകലത്തെയും ജയിച്ച ഒരുവനെയാ നീ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അവന്റെ പുറകിലാ നീ നിൽക്കുന്നത്. അവനാ നിന്റെ മുൻപിൽ നിൽക്കുന്നത്. അടിയുടെ മുമ്പിൽ, ഇടിയുടെ മുമ്പിൽ നിന്നെ വിട്ട് ഓടിപ്പോകുന്നവനല്ല ഈ യേശു. പ്രതികൂലം വരുമ്പോൾ ഗുഡ് ബൈ പറയുന്നവനല്ല ഈ യേശു. ഏത് പ്രതിസന്ധിയിലും നിന്നോട് ചേർന്നിരുന്നു കൊണ്ട് നിന്നെ മുന്നോട്ട് നടത്തുന്ന, ബലത്തോടെ നടത്തുന്ന, ശക്തിയോടെ
നിന്നോട് നടത്തുന്നവനാ, നിന്നോട് കൂടെ നിൽക്കുന്നത്. അവൻ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കർത്താവിൻ്റെതായ വചനം ആ എഫെസോസിൽ വ്യാപരിച്ചു. ആ ദൈവസഭയ്ക്ക് പിന്നത്തേതിൽ പൗലോസ് എഴുതി അയക്കുന്ന ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സമയപരിമിതമുള്ളത് കൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. ഈ എഫേസ്യ ലേഖനം വളരെ ശക്തമായൊരു ലേഖനമാണ്, അനുഗ്രഹീതമായൊരു ലേഖനമാണ്. വേദപണ്ഡിതാക്കൾ പറയുന്നത് ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ് പറയുന്നത്. അത്രമാത്രം ശ്രേഷ്ഠമേറിയ ലേഖനമായ എഫേസ്യ ലേഖനം. ഈ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 2 വാക്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന വേദഭാഗം. നമുക്ക് വേഗത്തിൽ ആ അധ്യായം ഒന്ന് ചെറുതായിട്ട് പഠിക്കാം. സ്തോത്രം. എന്നിട്ട് ആ ദൂതിലേക്കൊന്ന് വരാം. നമ്മളല്ലാതെ ഞാൻ വാക്യം മാത്രം പറഞ്ഞിട്ട് പോയിട്ട് ഒരു പ്രയോജനവുമില്ല. ആ അധ്യായത്തിലേക്ക് ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ. ആ അധ്യായത്തിൻ്റെ വാക്യങ്ങളെ നമുക്ക് ഒരു 4 ഭാഗമായിട്ടൊന്ന് തിരിച്ച് സ്തോത്രം നമുക്ക് വേഗത്തിൽ ചില കാര്യങ്ങളൊന്ന് പഠിക്കാം. അതിന് 1-ാമത്തെ ഭാഗം എഫേസ്യ ലേഖനം 1-ാം അധ്യായം, അതിനെ 1-2 വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഒരു മുഖവുരിയ അഥവാ ഒരു അഭിവാദനം, ഒരു മുഖവുരിയ 1-2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. പൗലോസ് ഒരു മുഖവുര കൊടുക്കുക. അത് 1-ാമത്തെ ഭാഗമായിട്ട് അവിടെ മാറ്റി വെക്കുക. തുടർന്ന് 3-ാമത്തെ വാക്യം തൊട്ട് 14-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ കൂടെ ലഭ്യമായ 9 അനുഗ്രഹങ്ങളാണ് ആ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വിവരിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിൽ കൂടെ ലഭ്യമായ 9 അനുഗ്രഹങ്ങളാണ് അവിടെ വായിക്കുമ്പോൾ കാണപ്പെടുന്നത്. സ്തോത്രം. തുടർന്ന് 3-ാമത്തെ ഭാഗത്തിലേക്ക് വരുന്നു. അതിലെ 15-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ അനുഗ്രഹത്തിനായിട്ട് ഉള്ള 5 വിധ പ്രാർത്ഥനയാണ്. 5 വിധ പ്രാർത്ഥന, അനുഗ്രഹത്തിനായിട്ടുള്ള 5 വിധ പ്രാർത്ഥന 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന വിഷയം അതാണ്. തുടർന്ന് വരുന്ന 20-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ പഠിക്കുമ്പോൾ പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് വേണ്ടി ചെയ്ത 6 കാര്യങ്ങളാണ് ആ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണപ്പെടുന്നത്. ഇങ്ങനെ 4 ഭാഗമാണ് ഈ അധ്യായത്തിന് ഉള്ളത്. ഇത് ആഴമായി പഠിച്ചെങ്കിൽ നമുക്ക് ഈ അധ്യായം ഒന്ന് ടോട്ടലായിട്ട് ഒന്ന് ചെറുതായിട്ടെങ്കിലും പഠിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വിവരിച്ച് പറയുകയാണ്. 1-2 വാക്യം ഒരു മുഖവുരയാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെയുള്ള ഭാഗം യേശു ക്രിസ്തുവിൽ കൂടെ ലഭ്യമായ 9 അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ഞാൻ പറഞ്ഞു. തുടർന്ന് അതിൻ്റെ 3-ാമത്തെ ഭാഗം 15 മുതൽ 19 വരെയുള്ള വാക്യം 5 വിധ പ്രാർത്ഥന, 20 മുതൽ 23 വരെ വാക്യം യേശു ക്രിസ്തുവിന് വേണ്ടി പിതാവായ ദൈവം ചെയ്ത 6 കാര്യങ്ങൾ. സ്തോത്രം. ഇങ്ങനെ 4 ഭാഗം ഈ അധ്യായത്തിനുണ്ട്. എല്ലാ ഭാഗങ്ങളും വിവരിക്കാൻ സമയപരിമിതി ഉള്ളത് കൊണ്ട് അതിൻ്റെ 3-ാമത്തെ ഭാഗം മാത്രം ഞാൻ എടുക്കുകയാണ്. 15-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെയുള്ള ആ 3-ാമത്തെ ഭാഗം. ആ 3-ാമത്തെ ഭാഗം നാം ഒന്ന് പഠിക്കുവാനായിട്ട് വേഗത്തിൽ പോകുന്നു. അനുഗ്രഹത്തിനായിട്ട് ഉള്ള 5 വിധ പ്രാർത്ഥന, 5 വിധ പ്രാർത്ഥനയാണ് ആ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നത്. ആ ഭാഗത്താണല്ലോ നമ്മുടെ കുറിവാക്യമായ 18, 19 വാക്യങ്ങൾ നിൽക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് എടുക്കുകയാണ്. ആ 15 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ 5 വിധ പൗലോസിൻ്റെ പ്രാർത്ഥന കാണുന്നുണ്ട്. അതിൽ പൗലോസിൻ്റെ 1-ാമത്തെ പ്രാർത്ഥന, അതിലെ 17-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. ദൈവം തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. വെളിപ്പാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് 17-ാം വാക്യത്തിൽ പൗലോസ് പിതാവായ ദൈവത്തോട് സ്വർഗീയ ദൈവത്തോട് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ആ 17-ാം വാക്യം പഠിക്കുമ്പോൾ പൗലോസിൻ്റെ 2-ാമത്തെ പ്രാർത്ഥനയുണ്ട്. അവിടെ പറയുന്നു ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം.
ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കാൻ. ഇനി മൂന്നാമത്തെ പ്രാർത്ഥന, വിളിയാലുള്ള ആശ ഇന്നത് എന്ന് അറിയേണ്ടതിന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. വിളിയാലുള്ള ആശയൊന്ന് അറിയണം. എന്നെ ആര് വിളിച്ചു, എന്തിനാ വിളിച്ചത്, ആ വിളിയുടെ ആഴമൊന്ന് അറിയാൻ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അത് മൂന്നാമത്തെ പ്രാർത്ഥനയാണ്. നാലാമത്തെ പ്രാർത്ഥന, അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നത് എന്ന് അറിയേണ്ടതിനും പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അതും 18-ാമത്തെ വാക്യത്തിലുണ്ട്. 19-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ പൗലോസിന്റെ 5-ാമത്തെ പ്രാർത്ഥന, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ 5 വിധ പ്രാർത്ഥനയാണ് പൗലോസ് ആ ഭാഗത്ത് ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു വിടുകയാണ്. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് അവൻ പ്രാർത്ഥിക്കുകയാണ്. 2, ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. 3, വിളിയാലുള്ള ആശ ഇന്നത് എന്ന് അറിയേണ്ടതിന് അവൻ പ്രാർത്ഥിക്കുകയാണ്. 4, അവകാശത്തിൻ്റെ മഹിമാധനം ആമേൻ ഇന്നതെന്ന് അറിയേണ്ടതിന് അവൻ പ്രാർത്ഥിക്കുകയാണ്. 5, അവൻ പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് എന്ന് അറിയേണ്ടതിന് പൗലോസ് ശക്തിയോടെ പ്രാർത്ഥിക്കപ്പെടുകയാണ്. ഇങ്ങനെ പൗലോസിന്റെ 5 വിധ പ്രാർത്ഥനകളും പ്രാർത്ഥനാ വിഷയങ്ങളുമാണ് ആ 15 മുതൽ 19 വരെയുള്ള വാക്യശകലങ്ങളിൽ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ആ 18-19 വാക്യങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഈ 18-19 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നത് എന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണല്ലോ നമ്മുടെ കുറിവാക്യം നിൽക്കപ്പെടുന്നത്. ഈ കുറിവാക്യം നാം പഠിക്കുമ്പോൾ ഈ കുറിവാക്യത്തിൽ 18-19 വാക്യത്തിൽ 3 സുപ്രധാനമായ വിഷയങ്ങൾ പൗലോസ് ആഴമായി വിവരിക്കപ്പെടുകയാണ്. എന്തൊക്കെയാ 3 വിഷയങ്ങൾ? 1, വിളിയാലുള്ള ആശ. 2, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. 3, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഈ 3 കാര്യങ്ങളാണ് ഈ 18-19 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കപ്പെടുന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലേ, എന്നെയും നിങ്ങളെയും വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. സ്തോത്രം. നമ്മെ മനുഷ്യൻ വിളിച്ചിട്ടല്ല നാം ദൈവസന്നിധിയിലേക്ക് വന്നത്. ആമേൻ. അതിന് വ്യക്തികളെ ദൈവം മുഖാന്തരമാക്കിയതാണ്. എന്നാൽ ഇന്ന് രാത്രി മനസ്സിലാക്കുക, നിന്റെ മേലുള്ള വിളി സ്വർഗീയമായ വിളിയാണ്, മനുഷ്യന്റെ വിളിയല്ല. അത് വിശുദ്ധമായ വിളിയാണ്, സ്വർഗീയമായ വിളിയാണ്. ഈ വിളി അത്രേ നമ്മുടെ മേൽ ഇന്ന് രാത്രിയും കിടക്കപ്പെടുന്നത്. സ്തോത്രം. മനുഷ്യനാണ് നമ്മളെ വിളിച്ചിരുന്നതെങ്കിൽ നാം എന്നേ ഈ ഭൂമിയിൽ പട്ടുപോയേനെ. മനുഷ്യനായിരുന്നു നമ്മളെ വിളിച്ചതെങ്കിൽ എന്നേ നമ്മൾ ഈ മാർഗത്തോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് നാം നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോയേനെ. എന്നാൽ വിളിച്ചത് സ്വർഗീയമായ ദൈവമാകിയാൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, പലപ്പോഴും നിരാശയുടെ മണ്ഡലങ്ങൾ മുൻപിൽ വെളിപ്പെട്ടപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും മുൻപിൽ ആഞ്ഞടിച്ചപ്പോഴും രോഗത്തിൻ്റെ കാഠിന്യം നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോഴും അവിടെ ഒന്നും പതറിപ്പോകാതെ, ഇടറിപ്പോകാതെ, തളർന്നു പോകാതെ, താഴ്ന്നു പോകാതെ, ലജ്ജിച്ചു പോകാതെ, തല കുനിക്കപ്പെടാതെ നാം നിന്നത് സ്വർഗം നമ്മെ വിളിച്ചത് കൊണ്ട് ഇന്നു രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ മേലുള്ള വിളി സ്വർഗീയമായ വിളിയാണ്. അവൻ നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. വിളിച്ച ദൈവം വിശ്വസ്തനായി അവൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമായതുകൊണ്ട് ഈ രാത്രിയും കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം പറയുവാൻ സ്വർഗം ഭാഗ്യമൊരുക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പോൾ നമ്മെ വിളിച്ചത് സ്വർഗീയമായ ദൈവമാണ്. പൗലോസ് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 1-ാം 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 1-26 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. അല്ലേ? സ്തോത്രം. നമ്മളെ ദൈവമാണ് വിളിച്ചത്. പക്ഷേ ആ വിളിയെ കുറിച്ച് നമുക്കൊരു വലിയ ഒരു ബോധമില്ല. അല്ലേ? 1 കൊരിന്ത്യർ 1:26 ഒന്ന് വായിച്ചു വിടാമോ? അവിടെ വിളിച്ചു പറയുന്നു, ദൈവമക്കളെ നിങ്ങളുടെ വിളിയെ നോക്കണം. സ്തോത്രം.
നമ്മെ സ്വർഗീയമായ ദൈവമേ വിളിച്ചത്. മറ്റൊരു ഭാഗത്ത് അപ്പോസ്തലനായ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വായിച്ചു വിടുന്നു. 2 പത്രോസ് 1:10-11. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ എന്ന് 2 പത്രോസ് 1:10-11 വാക്യത്തിൽ വിളിച്ചു പറയുന്നു. അപ്പോൾ ഭക്തന്മാരൊക്കെയും ആവർത്തിച്ച് പറയുന്നതായ ഒരു കാര്യമാണ്, നിങ്ങളുടെ വിളിയെ നോക്കണം. ഈ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം. ഈ 2017 ഓരോ ദിവസവും നാം പിന്നിടുമ്പോൾ, ആമേൻ, രാത്രി വേളകളിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിയിരിക്കണം. ദൈവം എന്നെ എന്തിനാ വിളിച്ചത് എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട്, വ്യക്തമായ ദർശനം പ്രാപിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും പ്രഭാതത്തിൽ നാം ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ. സ്തോത്രം. ലക്ഷ്യബോധമില്ലാതെയുള്ള യാത്രയല്ല ക്രിസ്തീയ ജീവിതം. നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മെ വിളിച്ചതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നമ്മെ ഓരോ സ്ഥാനത്തും ആക്കി വെക്കുന്നതിന് ദൈവത്തിന് വ്യക്തമായൊരു പ്ലാനിംഗ് ഉണ്ട്. നമ്മെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് സ്വർഗം പാർപ്പിച്ചിരിക്കുന്നതിന് പോലും വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്. ഇന്ന് രാത്രി മറക്കരുത്, നിന്നെ ആക്കി വെച്ച ദേശത്തെക്കുറിച്ച്, നിന്നെ ആക്കിയിരിക്കുന്ന മണ്ഡലത്തിൽ, നിന്നെ ആക്കിയിരിക്കുന്ന ജോലി തലങ്ങളിലൊക്കെയും ദൈവത്തിന് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്. എന്താ പ്ലാനിംഗ് എന്നറിയാമോ? നിന്നിലൂടെ ചില ജീവിതങ്ങളെ ദൈവത്തിന് നേടിയെടുക്കുവാൻ പ്ലാൻ ഇടുകയാ. നിന്നിലൂടെ ദൈവത്തെ ചില വ്യക്തികളെ തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗം പ്ലാൻ ചെയ്യുമ്പോൾ, ഈ രാത്രി ദൈവം തന്നെ ജനത്തോട് പറയുന്ന ഒരു വ്യക്തമായ ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. ഈ 2017 ഭൗമിക നന്മകൾ, ഈ 2017 ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവമേ എന്നെ നീ ഉപയോഗിക്കണമേ, ദൈവമേ എന്നിലൂടെ ചില ജീവിതങ്ങൾ ദൈവഭാവത്തെ കടന്നു വരുവാൻ, എന്റെ വാക്കിലൂടെ ചിലർ ആശ്വാസം പ്രാപിക്കുവാൻ, എന്റെ സ്തോത്രം പ്രവൃത്തിയിലൂടെ ചില ജീവിതങ്ങൾ യേശുവിനെ കാണുവാൻ, എന്നിലൂടെ ചില ജീവിതങ്ങൾ യേശുവിനെ അറിയുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് ദൈവത്തിന്റെ ബദല നീ പ്രാർത്ഥിക്കുമെങ്കിൽ, പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിന്റെ കൈക്കിണങ്ങിയ ആയുധമായി നിന്നെ ഈ 2017 അവൻ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മ പറയുകയാ. സ്തോത്രം. ഹല്ലേലൂയ. നാളെ ലഭിക്കാൻ പോകുന്ന ഒരു ജോഡി ഡ്രസ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാകരുത്. അടുത്ത ദിവസം ലഭിക്കാൻ പോകുന്ന 5 ലക്ഷം രൂപയുടെ കാറിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാകരുത്. സ്തോത്രം. ഇതൊക്കെ നമുക്ക് ദൈവം തരേണ്ട മണ്ഡലത്തിൽ തന്നോളും. ഭൗമികമായ എല്ലാ അനുഗ്രഹങ്ങളും, ആഹാരം തുടങ്ങി, വസ്ത്രം തുടങ്ങി, പാർപ്പിടം തുടങ്ങി, ഈ ഭൂമിയിൽ എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ, അടിസ്ഥാന സൗകര്യങ്ങളാകുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ സ്വർഗം നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ഇന്ന് രാത്രി ദൈവാത്മ ഓർപ്പിച്ചുണർത്തുന്നു, പരിശുദ്ധാത്മ ആവർത്തിച്ചു പറയുന്നു, ദൈവം തന്റെ ദാസന്മാരോട്, തന്റെ ജനത്തോട് ആവർത്തിച്ചു പറയുന്നു, ഈ വർഷം ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പ്രാർത്ഥനാ മണ്ഡലത്തിൽ ഒരു വിശാലത തന്നുകൊണ്ട്, നിന്റെ ആരാധന തലത്തിൽ നിനക്കൊരു വളർച്ച തന്നുകൊണ്ട്, നിന്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു മുന്നേറ്റം തന്നുകൊണ്ട്, ഈ വർഷം നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. നിന്റെ മേൽ ചില കൃപകൾ പകർന്നുകൊണ്ട്, ചില കൃപാവരങ്ങൾ പകർന്നുകൊണ്ട് ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ ഈ വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. ആവർത്തന പുസ്തകം 11:12 പറയുന്നു, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിന്മേൽ ഇരിക്കുന്നു എന്ന് ബൈബിൾ വചനപ്രകാരം ഇന്ന് രാത്രി പറയുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ എന്റെ ദൃഷ്ടി നിലമേൽ ഇരിക്കുന്നു. എനിക്ക് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി, എന്റെ രാജ്യത്തിന് വേണ്ടി നിന്നെ ഉപയോഗിക്കുവാൻ ഞാൻ പദ്ധതി ഇടുകയാ. സ്തോത്രം. നാം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കുക മാത്രമല്ല, ഈ ഭൂമിയിൽ നൽകേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗം നമുക്ക് പടിപടിയായി തന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഈ രാത്രി എത്ര പേർക്ക് അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ട്? സ്തോത്രം. ഒരുപാട് റെഫറൻസുകളും ഒരുപാട് വാക്യങ്ങളും പറയുവാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്കൊന്നും കയറി പോകുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചത് സ്വർഗീയമായ വിളിയാണ്. ദൈവം നമ്മെ വിളിച്ചത് വിശുദ്ധ വിളിയാണ്. ദൈവം നമ്മെ വിളിച്ചത് കൃപയാലുള്ള വിളിയാണ്. ദൈവം നമ്മെ വിളിച്ചത് പരമമായ വിളിയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ വാക്കുകൾക്കെല്ലാം റെഫറൻസ് എടുക്കാനുണ്ട് എങ്കിലും അതിലേക്കൊന്നും ഞാൻ ഓടിച്ചെല്ലുന്നില്ല. ആമേൻ. സ്തോത്രം. നമ്മെ വിളിച്ചത് ആരാണെന്നുള്ള ബോധ്യം കൂടെ നമുക്കുണ്ടായിരിക്കണം. ആ വാക്യം മാത്രം ഞാൻ വായിച്ചു വിടുന്നു. 1 തെസ്സലോനിക്കർ 5-ാം 24-ാം വാക്യത്തിലേക്കൊന്ന് കടന്നു വരാം. 1 തെസ്സലോനിക്കർ 5-ാം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സ്വർഗീയ വിളിയാൽ, പരമവിളിയാൽ, വിശുദ്ധ വിളിയാൽ നമ്മെ വിളിച്ച ദൈവം ആരാണെന്നറിയാമോ? അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. അവൻ ഇന്ന് അന്ത്യം വരെയും വഴി നടത്താമെന്ന് വാക്കു പറഞ്ഞ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രി അവൻ നമ്മോട് പറയുന്നു,
ഞാൻ നിന്നോട് വിശ്വസ്തയോടെ ആമേൻ ഈ കൂടെ ഇരുന്നില്ലേ? സ്തോത്രം. ഈ രാത്രി നമ്മെ തന്നെ ശോധന ചെയ്ത മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അവിശ്വസ്ത വന്നു പോയിട്ടുണ്ട്, ദൈവസ്ഥലം എത്രമാത്രം അവിശ്വസ്ത നാം കാണിച്ചിട്ടുണ്ട്. ഈ പ്രാരംഭ രാത്രിയിൽ വിശ്വസ്തനായ ദൈവത്തിന് മുൻപിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വിശ്വസ്തയോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കണമോ? നാം വിശ്വസ്തരായിരിക്കണം. ആത്മീയ മണ്ഡലങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഭൗമിക ഇടപാടുകളിലെല്ലാം നാം വിശ്വസ്തരാണെങ്കിൽ മാത്രമേ ദൈവം നമ്മോട് ചേർന്നിരിക്കുകയുള്ളൂ. സ്തോത്രം. കർത്താവിനോട് ചേർന്നിരിപ്പാൻ നാം അധികം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നു, നീ വിശ്വസ്തനാണെങ്കിൽ ഞാൻ വിശ്വസ്തനായി നിന്നോട് കൂടെ ഇരിക്കാം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും ഈ രാത്രികാലം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ആകയാൽ ആ വിശ്വസ്തനായ ദൈവത്തോട് നീ ചേർന്നിരിപ്പാൻ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ ആ ഭാഗം വിട്ട് മുന്നോട്ട് ഓടിപ്പോവുകയാണ്. സ്തോത്രം. ആ ഭാഗത്തിൽ നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ചുവടുകൾ മുന്നോട്ട് വെക്കണം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അവകാശത്തിൻ്റെ മഹിമാധനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വന്നു. ആമേൻ. ആ 5 വിധ ധനങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് ആമേൻ വളരെ ശക്തമായിട്ട് വിവരിക്കപ്പെടുന്നുണ്ട്. 5 വിധ ധനങ്ങളെക്കുറിച്ച് ഞാൻ ആ ഭാഗങ്ങളൊന്ന് പറഞ്ഞ് റഫറൻസ് ഒന്ന് പറഞ്ഞങ്ങ് വിടുകയാണ്. സ്തോത്രം. 1, കൃപയുടെ ധനം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ തന്നെയുണ്ട് കൃപയുടെ ധനമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ആമേ സ്തോത്രം. 2, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം തന്നെ പറയുമ്പോൾ കാണുന്നു മഹിമാധനം. മഹിമാധനം ഇത് പരിശുദ്ധാത്മാഭിഷേകത്തെ കാണിക്കുന്നു. 1 കൃപാധനം എഫേസ്യർ 1:8, 2 മഹിമാധനം എഫേസ്യർ 1:18, 3 എഫേസ്യർ 3:16 വരുമ്പോൾ എഫേസ്യർ 3:16 അവിടെ പറയുന്നു മഹത്വത്തിൻ്റെ ധനം എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മഹത്വത്തിൻ്റെ ധനം. സ്തോത്രം. ആമീൻ. മഹത്വത്തിൻ്റെ ധനം. സ്തോത്രം. മഹത്വത്തിൻ്റെ ധനം. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 4-ാമത്തെ കാര്യത്തിലേക്ക് ഓടി വരുന്നു. അപ്രമേയ ധനം. അപ്രമേയ ധനം എഫേസ്യ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിലുണ്ട് അപ്രമേയമായ ധനം. അപ്രമേയ ധനം 3:8. അൺസെർച്ചബിൾ റിച്ചസ് എന്നാണ് ആ ഭാഗത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പേര്. അൺസെർച്ചബിൾ റിച്ചസ്, അപ്രമേയമായ ധനം. 5-ാമത്തെ കാര്യം തേജസ്സിൻ്റെ ധനം. റോമാലേഖനം 9-ാം അധ്യായം 24-ാം വാക്യം. നിത്യതയിൽ ചേർക്കപ്പെടുന്ന ദൈവജനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ധനമാണ് ആമേൻ സ്തോത്രം തേജസ്സിൻ്റെ ധനം. സ്തോത്രം. ഇങ്ങനെ 5 വിധ ധനങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ നമ്മെ പഠിപ്പിക്കപ്പെടുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ആ ഭാഗം ഒന്ന് ആവർത്തിച്ച് വിടുകയാണ്. 1 കൃപാധനം എഫേസ്യർ 1:8, 2 മഹിമാധനം എഫേസ്യർ 1:18, മഹത്വത്തിന് ധനം എഫേസ്യർ 3:16. ആമേൻ. 4-ാമത്തത് അപ്രമേയമായ ധനം എഫേസ്യർ 3:8, 5 തേജസ്സിൻ്റെ ധനം റോമാലേഖനം 9:24. ഇങ്ങനെ 5 വിധ ധനങ്ങളെക്കുറിച്ച് ആമേൻ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കപ്പെടുമ്പോൾ അവകാശത്തിൻ്റെ മഹിമാധനം എന്ത് എന്ന് അറിയേണ്ടതിന് പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, നാം പ്രതിഫലമില്ലാത്തവരല്ല. നമുക്ക് വേണ്ടി ദൈവം പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്. ഭൗമികമായ ധനമല്ല, ഭൗമികമായ ലാഭങ്ങളല്ല, ഭൗമികമായ നന്മകളല്ല, അതിനപ്പുറമായി ദൈവം നമുക്ക് വേണ്ടി വലിയ ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. കിരീടങ്ങൾ നമുക്ക് ഒരുക്കി വെച്ചതുപോലെ തന്നെ ആമേൻ തേജസ്സിൻ്റെ ധനം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഭൗമികമായ ലാഭേച്ഛയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ അധ്വാനിക്കുന്നവരായി മാറുകയല്ല. ആമേൻ സ്തോത്രം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി നമ്മെ തന്നെ ചുവടുകൾ മുന്നോട്ട് വെക്കുവാനും ഈ ഭാഗം നമ്മെ വ്യക്തമായിട്ട് ആമേൻ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഞാൻ ആ ഭാഗമൊക്കെ വിട്ട് മുന്നോട്ട് ഓടുകയാണ്. സ്തോത്രം. അവിടെ 3-ാമത്തെ വിഷയത്തിലേക്ക് വേഗം ഓടിയെത്തുന്നു. ആമേൻ. ആമേൻ. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാൽ ആമേൻ ശക്തിയുടെ അളവറ്റ വലിപ്പം ആ 19-ാമത്തെ വാക്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മുടെ ശക്തിക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ശക്തിക്ക് പരിധികളുണ്ട്. എന്നാൽ ദൈവശക്തിക്ക് പരിധിയില്ല, ദൈവശക്തിക്ക് പരിമിതിയില്ല. അത് ഏതൊരു തലത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതാണ്. രോഗബന്ധനമായാലും പൈശാചിക വിഷയമായാലും നാം ഭാരപ്പെടുന്ന നിരാശയുടെ മണ്ഡലമായാലും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായാലും ആമേൻ വിദൂരങ്ങളിലിരിക്കുന്ന 5000 കിലോമീറ്റർ അപ്പുറം ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിഷയമായാലും അവിടെയും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിപ്പാൻ കഴിവുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. സ്തോത്രം.
രണ്ട്, ഈ ലോകത്തിലെ എല്ലാ ശക്തികളെക്കാളും അവൻ വലിയ ശക്തിയാണ് ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന സ്വർഗീയമായ ശക്തി. സ്തോത്രം. ഈ ലോകത്തിന്റെ ഒരു ദുഷ്ടനും ആ ശക്തിയെ തോൽപ്പിക്കുവാൻ കഴിയില്ല. ഇന്നു രാത്രി മനസ്സിലാക്കണം ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. പ്രൈസല്ലോ, 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 പ്രൈസല്ലോ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം ഇളകി. ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ വാതിലുകൾ തുറന്നു. ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ മരിച്ചവൻ പുറത്തു വരികയാണ്. ചീഞ്ഞളിഞ്ഞ കൃമിച്ച ആ ഡെഡ് ബോഡിയിൽ മേൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ജീവൻ പ്രാപിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ നിന്റെ ഏതൊരു വിഷയത്തിന്മേലും അത് പരിഹാരമോ, ഏതൊരു അവസ്ഥയ്ക്കും പരിഹാരമോ. ദൈവശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ നിന്റെ ഏതൊരു സാഹചര്യത്തിലും മാറ്റം വരുവാൻ ഇടയായി തീരും. 38 വർഷക്കാലം കുളക്കടവിൽ കിടന്നവന്റെ അവസ്ഥ മാറ്റിയത് ദൈവത്തിന്റെ ശക്തിയാണെങ്കിൽ, ഭിക്ഷക്കാരനായി വഴിയരികിൽ ഇരുന്ന കുരുടന്റെ അവസ്ഥ മാറ്റിയത് ഈ ദൈവശക്തിയാണെങ്കിൽ, മരിച്ച യായിറോസിന്റെ മകളുടെ അവസ്ഥ മാറ്റിയത് ഈ ദൈവത്തിന്റെ ശക്തിയാണെങ്കിൽ, നയൻ പട്ടണത്തിലെ വിധവയുടെ മകളെ ജീവിപ്പിച്ചത് ഈ ശക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ശക്തി നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് ഈ രാത്രി സ്വർഗം അയച്ചെടുക്കുകയാ. പരിധികളെ ഭേദിച്ച്, പരിമിതികളെ ഭേദിച്ച് ദൈവശക്തി വ്യാപരിച്ചിറങ്ങട്ടെ. ആരാധനാ മണ്ഡലങ്ങളെ ബന്ധിക്കുന്ന, ജീവിതങ്ങളെ ബന്ധിച്ചൊതുക്കുന്ന ദുഷ്ടന്റെ കരങ്ങൾ ഈ രാത്രി പൊട്ടിമാറട്ടെ. ദൈവശക്തി വ്യാപരിച്ചിറങ്ങട്ടെ. ഞങ്ങളെ വിളിച്ച ദൈവത്തിന്റെ ശക്തി, ഞങ്ങളെ വേർതിരിച്ച ദൈവശക്തി, ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി, ഫലസ്തീന്റെ കയറുകളെ പൊട്ടിച്ച, ശിംശോന്റെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മശക്തി ഈ രാത്രിയും ദൈവശക്തി വ്യാപരിച്ചിറങ്ങട്ടെ. പ്രതികൂല മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രിയോ തന്റെ ജനത്തിന്മേൽ, തന്റെ സഭയുടെ മേൽ ഈ രാത്രിയും വ്യാപരിച്ചിറങ്ങട്ടെ. ആത്മീയ വളർച്ചയ്ക്ക് വിരോധമായി, വിശ്വാസ തലങ്ങൾക്ക് വിരോധമായി, പ്രാർത്ഥനാ ജീവിതങ്ങൾക്ക് വിരോധമായി തിരമാല അടിക്കുന്നത് പോലെ അടിക്കടി പ്രശ്നങ്ങൾ കടത്തിവിടുന്ന ദുഷ്ടന്റെ കരങ്ങൾ ഇന്ന് രാത്രിയും നസ്രയന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ, ഉടഞ്ഞു മാറട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നാം എഫെസ്യ ലേഖനം 1:18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. ആ ഭാഗം കൂടെ ഒന്ന് ഊന്നൽ നൽകി പറയുന്നു. ദൈവമക്കളെ, ഈ സ്തോത്രം എന്താ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് നാം അറിവ് സമ്പാദിക്കുന്നത്, അഥവാ അറിവ് നേടുന്നത്. സ്തോത്രം, മൂക്ക്, കണ്ണ് തുടങ്ങി പഞ്ചേന്ദ്രിയങ്ങൾ. എന്നാൽ ദൈവവചനം 6ാമതൊരു ഇന്ദ്രിയം പറയുന്നുണ്ട്, അതാണ് ഹൃദയദൃഷ്ടി. സ്തോത്രം. ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, അഹിയാ പ്രവാചകന്റെ അടുക്കൽ യെരോബിയാമിൻ്റെ ഭാര്യ ആള് മാറിയവളെ പോലെ കടന്നു ചെന്നു.
1 രാജാക്കന്മാർ 14 അധ്യായത്തിലുണ്ട്. ആള് മാറി കടന്നു ചെന്നു. ഇവൾ വാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. അവളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതുകൊണ്ട്. ഒന്ന് വായിച്ചു വിടാമോ? 1 രാജാക്കന്മാർ 14:6 ആ, ഈ പ്രവാചകൻ അവനകത്ത് ഭൗമികമായ കാഴ്ചയില്ലാത്തവനായിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ സഹോദരി ആ വാതിൽ കടക്കുമ്പോൾ തന്നെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. വായിക്കാം. യെരോബിയാമിന്റെ ഭാര്യയെ, നീ ഒരു അന്യ സ്ത്രീ എന്ന പോലെ നടിക്കുന്നത് എന്തിന്? ഈ രാത്രിയിലും ദൈവാത്മം നമ്മെ ഓർപ്പിച്ചുണർത്തുന്നു. ദൈവത്തിന്റെ പൈതലേ, ചില കാഴ്ചപ്പാടുകൾ ഈ നാളുകൾ പ്രാപിച്ചെടുക്കണം. തിരിച്ചറിവ് നാം പ്രാപിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. മറ്റൊരു സംഭവം കൂടെ ഞാൻ പറയട്ടെ. നമുക്കറിയാവുന്ന സംഭവമാണ്. അപ്പോസ്തല പ്രവൃത്തി 5 അധ്യായം. സ്തോത്രം. അനന്യാസിന്റെയും സഫീറയുടെയും വിഷയം. സകലവും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കണമെന്നുള്ളൊരു രീതി, ഉപദേശമല്ല രീതി, അന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വിറ്റ് കാൽക്കൽ വെച്ചപ്പോൾ അനന്യാസും സഫീറയും തൻ്റെ ആ വിറ്റതിൽ ഒരു ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. പക്ഷേ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതെടുത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തി 5 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആ വിഷയത്തിന്റെ ആഴങ്ങൾ കണ്ടിട്ട് അനന്യാസിനോട് ദൂത് വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നിന്റെ അടുക്കൽ വരുന്ന ആരാണെന്ന് നീ തിരിച്ചറിയും. സ്തോത്രം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ മറ്റുള്ളവരെ നീ വ്യക്തമായി തിരിച്ചറിയാൻ തുടങ്ങും. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ മറ്റുള്ള കാര്യങ്ങൾ ആഴമായി നിനക്ക് അറിയാൻ തുടങ്ങും. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഈ 2017 കേൾക്കുന്നത് അതുപോലെ വിശ്വസിക്കുകയല്ല, പറയുന്നത് അതുപോലെ വിശ്വസിക്കുകയല്ല, നിന്റെ മുമ്പിൽ ചിരിച്ചു നിൽക്കുന്നവരെ അതുപോലെ വിശ്വസിക്കുകയല്ല. അവരെ വിവേചിച്ചു മനസ്സിലാക്കത്തക്ക നിലയിൽ, അവരെ ആഴമായിട്ടൊന്ന് വിവേചിക്കത്തക്ക നിലയിൽ നിന്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കുവാൻ, അതിൻ്റെ കൃപകളൊന്ന് പ്രാപിച്ചെടുക്കുവാൻ, അതിൻ്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയോട്, തൻ്റെ ജനത്തോട് ഈ രാത്രിയും ആത്മാവ് ഉപദേശം തരികയാണ്. സ്തോത്ര. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ ഇത് സംഭവിക്കാനിടയായി തീരും. ആകിയാൽ ദൈവത്തിൻ്റെ പൈതലേ, പ്രതികൂലങ്ങൾ മുൻപിൽ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ മുൻപിൽ കടന്നു വരുമ്പോൾ പതറുകയല്ല. നമ്മെ വിളിച്ച സ്വർഗ്ഗീയ ദൈവമാണെന്നുള്ള ബോധ്യത്തോടെ. എൻ്റെ മെസ്സേജിൻ്റെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ, ബാക്കിയിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ അവിടെ ആമീൻ പറയുകയാണ്. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, വിളിച്ച ദൈവത്തിൻ്റെ പുൻമുഖത്തേക്ക് നോക്കിക്കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട്, ദൈവകൃപയിൽ നിറഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ ആത്മീയ കാഴ്ചപ്പാട് പ്രാപിച്ചവരായി ചുവടുകൾ മുന്നോട്ട് വെക്ക്. ദൈവം നമുക്കിവിടെ പ്രവർത്തിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭക്തനായ അബ്രഹാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതിനാൽ സ്വർഗീയമായ നഗരത്തെ നോക്കി അവൻ കാത്തിരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഭൗമികത്തിന് വേണ്ടി ഓടുകയല്ല. സ്തോത്രം. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചപ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തെ ദൂരവേ കണ്ട് അവൻ കാത്തിരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ രാത്രിയും നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ, ആത്മാവിൽ നിറയട്ടെ, ദൈവകൃപയിലേക്കൊന്ന് അടുത്തു വരട്ടെ. ഈ രാത്രി നമ്മോട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ തലങ്ങളിൽ ഒന്നുകൂടെ മുന്നേറുവാൻ, പ്രാർത്ഥനയിൽ ഒരു ചുവടുകൂടെ മുന്നേറുവാൻ, ആരാധന ഒന്നുകൂടെ മുന്നേറുവാൻ ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. ദൈവവരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഉപവാസ പ്രാർത്ഥനയോടെ ഈ പ്രാരംഭ രാത്രിയിലും ദൈവാത്മ നമ്മോട് സംസാരിച്ചതുപോലെ ആമേൻ നമുക്കൊന്ന് ഏറ്റെടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിയാലുള്ള ആശ മനസ്സിലാക്കിക്കൊണ്ട്, ആമേൻ അവകാശത്തിൻ്റെ മഹിമാദിനെ മനസ്സിലാക്കിക്കൊണ്ട്, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ശക്തിയോടെ മുന്നേറുവാൻ നമ്മെ തന്നെ പൂർണ്ണമായ ദൈവോരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ജുഡബല ഭൂഷൽ കെട്ടസ്ഥിരിക്ക്. ആമേൻ, 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 ആമേൻ. വിളിച്ച ദൈവം വിശ്വസ്തനായി കൂടെയുണ്ട്. അവരൊരു നാൾ നമ്മെ വഴിയിൽ ഉപേക്ഷിക്കുകയില്ല. അവരുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ വാക്കുകളാൽ സ്വർഗ്ഗം നമ്മെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ ഞാൻ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവജനമേ, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ആയിരിക്കാം.
ഈ 2017 ആരംഭത്തിൽ പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചല്ലോ. കർത്താവ് ഈ വർഷത്തിൻ്റെ അവസാനം വരെ നമുക്ക് ആയുസ് നീട്ടി തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ, നാം ദൈവത്തിൽ ആശ്രയിച്ച് ഈ വർഷം ദൈവമുഖത്തേക്ക് നോക്കി നാം ആയിരിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയോടെ ദൈവത്തോട് ഉറ്റിരിക്കുകയാണെങ്കിൽ, സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാനായിട്ട്, നമുക്ക് വേണ്ടി കരുതുവാനായിട്ട്, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവം നമ്മെ പുലർത്തുവാനായിട്ട് ദൈവം ശക്തനാണല്ലോ. ആ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വീണ്ടും സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ നാം ഇന്ന് കേട്ടതുപോലെ പ്രാർത്ഥനയോടെ സ്തോത്രം ദൈവത്തിൻ്റെ പാദപീഠത്തിലോട്ട് ചേർന്നിരിപ്പാനായിട്ട്, സ്തോത്രം ഹല്ലേലൂയ, പ്രത്യേകിച്ച് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ ശക്തിയെ ജയിപ്പാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട്, സ്തോത്രം ഹല്ലേലൂയ, അഭിഷേകത്തിൻ്റെ വലിയ ശക്തി ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെ മേൽ ദൈവം പകരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ തന്നെ നിലനിൽപ്പാനായിട്ട്, നാം ഇന്ന് കേട്ടതുപോലെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവരായി നിലനിൽപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണല്ലോ. വിശ്വസ്തയോടെ ദൈവം മുമ്പാകെ നിലനിൽപ്പാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ. അപ്രകാരമായിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം പ്രാർത്ഥനയുടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ കൃപാവരങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനായിട്ട്, ആത്മാവിൻ്റെ അഭിഷേകം തന്നെ ഹല്ലേലൂയ നമ്മെ വഴി നടത്തുവാനായിട്ട്, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേലുള്ളപ്പോൾ അത് നമ്മുടെ ഏത് ആവശ്യങ്ങളിന്മേലും ഹല്ലേലൂയ അത് സഹായിക്കുമല്ലോ. സ്തോത്രം ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമുമ്പാകെ വിശ്വസ്തരായിട്ട് നിർമ്മലരായിട്ട്, സ്തോത്രം ഹല്ലേലൂയ, ആത്മാവിൻ്റെ ശക്തിയുടെ നിലനിൽപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചന സൂക്ഷിപ്പാനായിട്ട് കർത്താവിൻ്റെ ദാസനെ ദൈവം വേണ്ടി സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്താനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KM ജോർജ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സെഷനോട് അവസാനിപ്പിക്കുമല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് നന്ദിരത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ നിന്റെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ വിവേചിച്ച് സംസാരിപ്പാൻ തക്കണം നിന്റെ ദാസനെ കരങ്ങളിലെടുത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. എഫേസോസ് പട്ടണം ഹല്ലേലൂയ, അർത്തമീസ് ദേവിയുടെ ക്ഷേത്രമുള്ളതായ ഹല്ലേലൂയ ആ പട്ടണം ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ട്, മന്ത്രവാദികളെ കൊണ്ട്, അന്യ ആരാധനകളെ കൊണ്ട് നിറഞ്ഞതായ ആ പട്ടണം ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ ഈ തിരുവനന്തപുരം പട്ടണം ആ വിചാരം കൊണ്ട്, മന്ത്രവാദം കൊണ്ട്, ഹല്ലേലൂയ ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ട്, അന്യ ആരാധന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഹല്ലേലൂയ 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 നീ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. ഈ പട്ടണത്തിൽ ബലത്തോടെ ജീവിക്കണമെങ്കിൽ ഹല്ലേലൂയ നിൻ്റെ ആത്മാവിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം അറിയണമെന്ന് ഹല്ലേലൂയ പൗലോസ് ഉത്ബോധിപ്പിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഈ കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ചതായ ശക്തി പോരാ. 2017 ഹല്ലേലൂയ ഹല്ലേലൂയ ഇരട്ടി പങ്ക് ആത്മാവിനെ പ്രാപിച്ച് സകലത്തെയും കീഴ്പ്പെടുത്തുന്നതായ വ്യാപാര ശക്തി, ആഭിചാരത്തെ, മന്ത്രവാദത്തെ, അന്യ ആരാധനയെ കീഴ്പ്പെടുത്തുന്നതായ ഹല്ലേലൂയ ആത്മാവിൻ്റെ വ്യാപാര ശക്തി ഹല്ലേലൂയ ദൈവദാസന്മാരുടെ മേൽ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തിൽ ബലത്തോടെ ഹല്ലേലൂയ നിന്റെ സഭയെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ചതായ ശക്തി പോരാ, കൃപ പോരാ. ഹല്ലേലൂയ ഈ 2017 ഹല്ലേലൂയ ബലത്തോടെ ജയത്തോടെ മുന്നേറുവാൻ ഹല്ലേലൂയ നിന്റെ അത്യന്തപരമായ ശക്തി, അളവറ്റ ശക്തി ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ ഞങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതൊന്ന് ഹല്ലേലൂയ അറിയുവാൻ ഇടയാക്കണമേ. പരമ വിളിയാൽ നീ ഞങ്ങളെ വിളിച്ചിരിക്കാൽ, വിശുദ്ധ വിളിയാൽ വിളിച്ചിരിക്കാൽ, സ്വർഗീയ വിളിയാൽ വിളിച്ചിരിക്കാൽ ഹല്ലേലൂയ ആ ശ്രേഷ്ഠ വിളിക്കൊത്തവണ്ണം മുന്നേറുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറങ്ങിയും മയങ്ങിയും ഇരിക്കുവാനല്ല, ഹല്ലേലൂയ ഉണർന്ന് കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കണമേ. ഗലാത്യ സഭയെ ഹല്ലേലൂയ ക്ഷുദ്രം ചെയ്ത് മയക്കിയതുപോലെ ഹല്ലേലൂയ ക്ഷുദ്രം ചെയ്ത് മയങ്ങി ഹല്ലേലൂയ ഉറങ്ങി ഹല്ലേലൂയ ക്ഷീണിച്ച് ഇരിക്കുവാനല്ല, ഹല്ലേലൂയ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് പുതിയ ശക്തി, പുതിയ കൃപ പ്രാപിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ കടന്നു വരുന്ന ജീവിതങ്ങളെ വിവേചിക്കുവാനുള്ള ദൈവകൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിരിച്ചു കൊണ്ടുവരുന്നവരെയും ഹല്ലേലൂയ ഹല്ലേലൂയ ആഴമേറി വിവേചിച്ച് അവരെ ശരിയായിട്ട് മനസ്സിലാക്കുവാനുള്ള ഹല്ലേലൂയ വിവേചന ശക്തി ഹല്ലേലൂയ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ
വിവേചനത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസിനെ കൊണ്ട് ഹല്ലേലൂയ അസാധാരണമായ വീര്യപ്രവർത്തികൾ നടക്കുവാൻ കർത്താവെ നീ കൃപ കൊടുത്തതുപോലെ ഹല്ലേലൂയ ഈ പട്ടണത്തിൽ ഹല്ലേലൂയ ജയത്തോടെ നിൽക്കുവാൻ അസാധാരണ വീര്യപ്രവർത്തികൾ ഇവിടെ നടക്കുവാൻ ഇടയാക്കണമേ. മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ, തീരവ്യാധികൾ സൗഖ്യം പ്രാപിക്കുവാൻ, മുടന്തന്മാർ നടക്കുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മരിച്ചവരെ ഉയർക്കുവാൻ, ഹല്ലേലൂയ, 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 തീരവ്യാധി പിടിച്ചവരെ സൗഖ്യം പ്രാപിച്ചു പോകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലാത്തതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. കേൾപ്പിച്ച വചനപ്രകാരം മുന്നേറുവാൻ ഓരോ പ്രിയപ്പെട്ടവരെ ഒരുക്കണമേ. ഈ പാളയം സഭയെ ഉണർത്തണമേ, ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2017 ചില ആത്മാക്കളെ നേടുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കണമേ. ഒരു ആത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാകിയാൽ ഈ പഠനത്തിൽ നീ ഞങ്ങളെ ആക്കിയിരിക്കുന്നത് ആത്മാക്കളെ നേടുവാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി തീർത്തതുപോലെ മനുഷ്യരെ പിടിക്കുന്നവരായി തീരുവാൻ ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരുദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനാൽ സ്തോത്രം. കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ആ വചനപ്രകാരം ജീവിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടയാകണമേ. നാളെ കടന്നു വരുന്ന ദൈവദാസനെ കരങ്ങളെടുക്കണമേ. ജനം ഓടിക്കൂടുവാൻ ഇടയാകണമേ. ജനങ്ങൾ വരാതവണ്ണം തടയുന്നതായ ദേശാധിപതിയുടെ പോരാട്ടങ്ങളിൽ നിന്ന് വിടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനം ഉണർന്ന് ഹല്ലേലൂയ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കടന്നു വന്ന് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ഹല്ലേലൂയ പുതിയ ശക്തി പുതിയ കൃപ പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പോകിയാൽ സ്തോത്ര ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്തുവാഴ്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകങ്ങളിലെ വിശുദ്ധന്മാരോടും ഈ ആരാധന സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ.